ഹലോ ഗായ്സ്, ഇറ്റ്സ് മിഷൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേഫ്റ്റി പിന്നെ കൊണ്ട് ഇയറിങ് ആക്കാൻ പോയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പം ഞാൻ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി കിടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് എടുക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം സേഫ്റ്റി പിൻ എടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം നമുക്ക് പ്ലഗ് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഇത് സ്ട്രൈറ്റ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഗോൾഡൻ കളറും ഒന്ന് വൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ വളച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വൈറ്റ്, ഗോൾഡ് അങ്ങനെ അങ്ങനെ ബീഡ്സ് ഇട്ടെടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡും കൂടി വളച്ചു കൊടുക്കണം. ഒരു യു ഷേപ്പിലാക്കിയിട്ടാണ് നമ്മൾ ഇത് ബെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറുങ്ങനെ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ സൈഡ് വളച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബെൻഡായി പിന്നെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ വളഞ്ഞ ഭാഗം നമുക്ക് നേരത്തെ നമ്മൾ വളച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി അപ്പുറത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ ഒരു കുളത്ത് പോലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു രീതിയിലാക്കിയാൽ മതി. നമ്മൾ അപ്പുറമാക്കി ആ റൗണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വളവ് കൊടുത്താൽ മതി. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കമ്മൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സേഫ്റ്റി പിൻ എടുക്കാം. ഇനി നമുക്ക് ഇത് ആ മേലത്തെ സാധനം കട്ട് ചെയ്യാണ്ട് നമുക്ക് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. സ്ട്രൈറ്റ് ആക്കണ്ട, അതിൻ്റെ നടുക്കത്തെ റൗണ്ട് ഇങ്ങനെ മാറ്റിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളാക്കിയിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ സേഫ്റ്റി പിന്നിൻ്റെ ആ മുകളിലത്തെ ഭാഗത്തിലേക്ക് നമുക്ക് ഇതേപോലത്തെ ഒട്ടിച്ചു കൊടുക്കാം. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഇതിലേക്ക് ഗമ്മാക്കുന്നുണ്ട്, ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൽ വെക്കുന്ന സാധനം വേറെ തന്നെ വാങ്ങാൻ കിട്ടും. നമ്മളടുത്ത് ഇതാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ഇനി ഇവിടെ ഒരു ഗമ്മാക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ തൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ ഇയറിങ്ങിൻ്റെ ബാക്കിലിടുന്ന അതാണ് എടുത്തത്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ ഇതും അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സേഫ്റ്റി പിന്നെ നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ വളച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് വളച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇങ്ങനത്തെ ബീഡ്സ് ഇട്ടെടുക്കാം. ക്രിസ്റ്റൽ ബീഡ്സും ഷുഗർ ബീഡ്സും ആണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. ഫസ്റ്റ് ഷുഗർ ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ്, ഷുഗർ ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ്, അങ്ങനെ അങ്ങനെ ഇട്ടെടുക്കാം. അപ്പം ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇയറിങ്ങിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലാറ്റ് ആയി പിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഷുഗർ ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഗോൾഡൻ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്രിസ്റ്റൽ ബീഡ്സ്, ഷുഗർ ബീഡ്സ് അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് വളക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ താലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തതാക്കുന്നുണ്ട്. നമ്മൾ സേഫ്റ്റി പിന്നെ എടുത്ത് അതിൻ്റെ ആ ചുളിവ് നിർത്തിയിട്ട് നമുക്കിതിലേക്ക് വൈറ്റ് ബീഡ്സ് ഇടാം. ഇത് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ആ കുളത്തും കൂടി ആക്കുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡായാലും ഇങ്ങനെ ആക്കിയാൽ മതി. പെയിന്റ് നമ്മൾ മീൻ്റെ മുകളിൽ ആ നേരത്തെ ഒട്ടിച്ച പോലത്തെ ആ കറുപ്പ് അത് ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പം അന്നത്തെ ഇതുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണാം. ബൈ.